അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഒരു ഷെയർ കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത സ്വതക്കയുടെ കൂലി കിട്ടുന്നുണ്ട്. കാരണം ഉസ്താദ് പറയാൻ പോകുന്ന വിഷയം അത്രയും ഗുരുതരമായ വിഷയമാണ്. നിങ്ങൾ നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്പിയാക്കളെ അള്ളാഹു അയച്ചു, ഔലിയാക്കളെ അള്ളാഹു അയച്ചു, ഉലമാക്കളായ പടുകൂറ്റന്മാരായ പ്രബുദ്ധരായ ഉലമാക്കൾ ആലിമീങ്ങൾ അള്ളാഹു അയച്ചു. അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ ഹിഫ്ള് ചെയ്ത് അള്ളാഹുവിൻ്റെ ദീനിനെ കാത്ത് സംരക്ഷിച്ച് ദീനറിയാത്ത ഇൽമില്ലാത്ത ഒരുപാട് ജനമനസ്സുകൾക്ക് അവർ ദീന് പകർന്നു കൊടുത്ത് അവർ ഊണില്ലാതെ ഉറക്കമില്ലാതെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഉലമാക്കൾ, മഹത്തുക്കൾ, അവർ നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വെച്ച് തന്നിട്ട് ആ ദീനുൽ ഇസ്ലാമിനെ എല്ലാ നിരക്കും തകർക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൂട്ടം മുസ്ലിം നാമധാരികൾ ഇന്ന് സമുദായത്തിൽ കെട്ടി ഇറങ്ങുമ്പോൾ മുസ്ലിമാണെന്ന് പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമധാരികൾ, തലയിൽ തട്ടട്ട താത്താമാർ, താടി വെച്ച കാക്കാമാർ, ചെറുപ്പക്കാരികളായ താത്താമാർ, ചെറുപ്പക്കാർ, യുവാക്കളായ ആളുകൾ ഇന്ന് യൂട്യൂബിൽ വന്ന് യാതൊരു ലജ്ജയുമില്ലാതെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. അത്രയും ദണ്ണം കൊണ്ടാണ് സഹോദരന്മാരെ പറയുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നസീർ എന്ന് പറയുന്ന വാരം ഒരു നല്ലൊരു യുവാവ്, ഒരു സുഹൃത്ത് ഇതിനെ ആഞ്ഞടിക്കുകയാണ്. യൂട്യൂബിൽ വന്ന്, ഫേസ്ബുക്കിൽ വന്ന് തൻ്റെ ഉള്ളറയിൽ കാത്തു സൂക്ഷിക്കേണ്ട വിഷയം പോലും ഇന്ന് പരസ്യപ്പെടുത്താൻ നമ്മുടെ മുസ്ലിം സമുദായം വേറൊരു മതത്തിലും ഇങ്ങനെ കാണുന്നില്ല. അവരുടെ മതത്തെ കാത്തു സംരക്ഷിക്കുന്നു. ഹിന്ദു മതമായിക്കോട്ടെ, ക്രിസ്ത്യാനി മതമായിക്കോട്ടെ, ഏത് മതമായാലും ഏതെല്ലാം മതമുണ്ട്, അവരൊക്കെ അവരുടെ എല്ലാ പ്രൈവസിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വീടിൻ്റെ ഉള്ളറകളിലുള്ള കാര്യങ്ങൾ അവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു. പക്ഷേ നമ്മുടെ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. കാരണം വീടിൻ്റെ ഉള്ളറകളിൽ പറയാൻ പറ്റുന്നത് പണ്ടൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടേ, കാരണം രണ്ട് യൂട്യൂബേഴ്സ്, ഭാര്യയും ഭർത്താക്കന്മാരാണ്. രണ്ട് യൂട്യൂബേഴ്സ്, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ വന്നിട്ട് ഈ ഗർഭമുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഹെമിലുണ്ടായി കഴിഞ്ഞാൽ, ഗർഭമുണ്ടായി കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം നോക്കുമല്ലോ, എന്തോ ഒരു സാധനം ഗർഭമുണ്ടോ ഇല്ലെന്ന് നോക്കുന്ന സംഗതി ഉണ്ട്. അത് ലൈവിൽ കൊണ്ടുവന്ന് പറയുകയാണ്, നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് വിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഹയാ ഇല്ലാത്ത വിഷയങ്ങളാണ് തട്ടയിട്ട താത്താമാർ വന്ന് പറയുന്നത്. ചില ആൾക്കാർ പെണ്ണിൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന ആൾക്കാർ, ആണിൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ, പെണ്ണിൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന ആണുങ്ങളും ആണിൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന പെണ്ണുങ്ങളും. പച്ച ഹറാം. അള്ളാൻ്റെ റസൂൽ ലഅനത്ത് ചെയ്തിട്ടില്ല ഇതൊക്കെ. നോക്കി, ഒരു പെണ്ണ് വീടിൻ്റെ ഉള്ളറകളിൽ നിന്ന് പടച്ചതമ്പുരാനിക്ക് ഇബാദത്ത് ചെയ്യണം. ആ പെണ്ണിൻ്റെ ഒരു ശബ്ദം, ഒരു അന്യപുരുഷൻ ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കൽ കൊണ്ട് ഒരു അന്യപുരുഷൻ ഒരു പെണ്ണിനോട് മൈദാൻ വരികയാണ്, ആ പെണ്ണിന് ഷഹ്വത്ത് വരികയാണെങ്കിൽ അത് ഹറാമിൻ്റെ ഹുക്കുമല്ലേ? കാണൽ പോട്ടെ. ഷാഫി മദ്ഹബിൽ മുഅത്തമദായ അഭിപ്രായം എന്തെങ്കിലുമറിയോ? ഒരു അന്യ പെണ്ണിനെ കാണൽ, അത് എളാപ്പാൻ്റെ കുട്ടിയായിക്കോട്ടെ, മൂത്താപ്പാൻ്റെ കുട്ടിയായിക്കോട്ടെ, അമ്മോൻ്റെ കുട്ടിയായിക്കോട്ടെ, അമ്മാവൻ്റെ കുട്ടിയായിക്കോട്ടെ, ഏത് കുട്ടിയായോ, ഒരാണിനെ ഒരു അന്യ പുരുഷനെ പെണ്ണ് കാണലും, അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയെ ഒരു ആണ് കാണലും, അല്ലെങ്കിൽ ഒരു അന്യ പുരുഷനെ ഒരു പെണ്ണ് കാണലും ഷാഫി മദ്ഹബിൽ മുഅത്തമദായ അഭിപ്രായം ഹറാമാണെന്ന്. ഒരു അജൂസത്തായ കിളവിയായ ഒരു പെണ്ണിനെ പോലും കാണൽ ഹറാമാണെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി, ഇതൊക്കെ അറിയുന്ന ഒരു കൂട്ടം മുസ്ലിം നാമധാരികളായ ആളുകളെ തൻ്റെ ഭാര്യയെ വെച്ചിട്ട് പണം ഉണ്ടാക്കുക. യൂട്യൂബിൽ നിന്ന് ഇൻകം വരുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ചില യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും, തൻ്റെ ഭാര്യമാരെ അതിൽ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യമാരെ കൊണ്ടുവന്നാൽ ഒരുപാട് വ്യൂസ് ഉണ്ടാവും. ഒരുപാട് വ്യൂസ് ഉണ്ടാവും. അതല്ലാതെ അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു വ്ളോഗാണെങ്കിലോ അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ അത് യാതൊരു വ്യൂസും ഉണ്ടാവില്ല. ഇങ്ങനെ അത് എന്താ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത്, തൻ്റെ ഭാര്യയെ മറ്റുള്ള ആളുകൾ കണ്ട് ആസ്വദിക്കുന്നു, അത് ആസ്വദിക്കാനാണ് ഇവർ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് വേണ്ടി കാണാൻ ആസ്വദിക്കാൻ കൊടുക്കുന്ന നമ്മളൊക്കെ എന്തൊരു വിഡ്ഢികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പെണ്ണിൻ്റെ ഭംഗിയെ തൻ്റെ ഭർത്താവാണ് ആസ്വദിക്കേണ്ടത്. തൻ്റെ ഭർത്താവാണ് ആ പെണ്ണിൻ്റെ ഭംഗി ആസ്വദിക്കേണ്ടത്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ ഭംഗിയെ തൻ്റെ ഭാര്യയാണ് ആസ്വദിക്കേണ്ടത്. അതല്ലാതെ മറ്റാളുകൾക്ക് വേണ്ടി പണയം വെക്കലല്ല. ഒന്ന് ആലോചിച്ച് നോക്കി.
എന്താണ് നമ്മൾ മുസ്ലിം നാമധാരികളായ ആളുകൾ ചെയ്തു കൂട്ടുന്ന യൂട്യൂബിൽ വന്ന് കണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ എല്ലാ കാര്യങ്ങളും വന്ന് വിളിച്ചു പറയാം. വീടിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടോ, പറയേണ്ട കാര്യങ്ങളുണ്ടോ? പണ്ട് കാലത്തൊക്കെ തൻ്റെ ഭാര്യയ്ക്ക് വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരോടും പറയൂല. കാരണം അതൊരു മടിയാണ്, ഒരു ലജ്ജയാണ്. ലജ്ജയ്ക്ക് ഇപ്പോൾ എടുത്തുപോയില്ലേ സഹോദരന്മാരെ? ഒന്ന് ആലോചിച്ചു, ലജ്ജയ്ക്ക് എടുത്തുപോയില്ലേ? ഇപ്പോൾ ഒരു വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്ന് വിശേഷം ഉണ്ടായിട്ടുണ്ട്, അതിന് വ്യൂസ് ഉണ്ടാക്കുക, പച്ച ഹറാമ് ചെയ്യുക. എന്താ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താ സഹോദരന്മാരെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെറുതെ വിടുമ്പോൾ ആലോചിച്ച് നോക്കി. പച്ച ഹറാമ് ചെയ്യുന്ന, യാതൊരു ലജ്ജയില്ലാതെ പച്ച ഹറാമ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ള വിടുമോ? നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം, ഈ പണങ്ങളൊക്കെ പച്ച ഹറാമല്ലേ? പച്ച ഹറാമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഭാര്യമാരെ പ്രദർശിപ്പിക്കുക, എന്നിട്ട് അവരെ കുട്ടിയേക്കൊരു യൂട്യൂബ്, കുട്ടിയേക്കൊരു യൂട്യൂബ്. ഈ കൊറോണയ്ക്ക് ശേഷം വന്ന വലിയൊരു മുസീബത്ത് ഇതാണ്. ലജ്ജയില്ലാതെ വന്നിട്ട് എന്തൊക്കെയോ കടന്ന് വിളമ്പുക. തൻ്റെ അന്യപുരുഷന്മാർക്ക് വേണ്ടി തൻ്റെ ഭാര്യമാരെ പണയം വെക്കുക. അതന്നെ പറയേണ്ടി വരും. കാരണം തൻ്റെ ഭാര്യയെ മറ്റുള്ള മനുഷ്യന്മാർ വന്നിട്ട് ആസ്വദിക്കാടോ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിൻ്റെ ദീന, നീയൊക്കെ മുസ്ലിം നാമധാരികളായി നടക്കുമ്പോൾ, മുസ്ലിമിൻ്റെ പേര് ധരിച്ച് നടക്കുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിമത്തായ സഹോദരി നീ മുസ്ലിമിൻ്റെ പേര് വെച്ച് നടക്കുമ്പോൾ നീ ചിന്തിക്കണം, ഇത് പടച്ച റബ്ബിൻ്റെ ദീന, ഇത് പടച്ച റബ്ബിൻ്റെ ദീനാന്ന് ചിന്തിക്കണം. ഈ ദീനനെ തൊട്ട് കളിച്ചാൻ പാടില്ല. കാരണം അള്ളാഹിൻ്റെ റസൂല് ഉള്ളം കൈയിലേക്ക് വെച്ച് തന്ന ദീനാണിത്. മഹാന്മാർ കാട്ടിത്തന്ന ദീനാണിത്. ഉലമാക്കൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് തന്ന ദീനാണിത്. എത്രയോ യാതനകളും വേദനകളും സഹിച്ചുണ്ടാക്കി തന്ന ദീനാണിത്. അള്ളാഹുവിൻ്റെ ദീന, പടച്ച റബ്ബ് സംരക്ഷിക്കുന്ന ദീനാണിത്. ഈ ദീനിൽ പടച്ച റബ്ബ് വേണ്ട, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ യാതൊരു ലജ്ജയില്ലാതെ ചെയ്യുക എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ചെയ്യാൻ തോന്നുന്നത്? അവൻ്റെ ഈമാൻ ഉണ്ടാവും എനിക്ക് കൽബിൽ. ഈമാനുള്ള മനുഷ്യർ ഒരിക്കലും ഇത് ചെയ്യൂല. ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ കൽബിൽ അള്ളാഹു ലജ്ജയെ എടുത്തു കളഞ്ഞത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. കാരണം ഈമാൻ ഉണ്ടാകുമ്പോഴല്ല ലജ്ജ ഉണ്ടാകുക, ഉളുപ്പുണ്ടാകുക. ഉളുപ്പില്ലാതെ വന്നിട്ട് വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പിന്നെ ജനങ്ങളെ കൊണ്ട് അതും പറയിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ കമൻ്റ് അടിയിൽ പല ആൾക്കാരും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്തൊക്കെയാണ് പറയുന്നത്? പച്ച ഹറാമ് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ട് പച്ച ഹറാമ് കാട്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ കമൻ്റ് അടിയിൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇടാം, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹു ദീർഘായുസ് തരട്ടെ, അള്ളാഹു ആഫിയത്ത് തരട്ടെ. ആരാടോ ഈ ദുആ സ്വീകരിക്കുക? അള്ളാഹ്ക്ക് വേണോ നിങ്ങൾ ഈ ദുആ? ഈ മാഷാ അല്ലാഹ് അള്ളാഹ്ക്കാണോ? അള്ളാഹ് ഇനിയിരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മാഷാ അല്ലാഹ് അള്ളാഹു ദീർഘായുസ് തരട്ടെ. കണ്ട ഹറാമ് മാത്രം, വിളിച്ചു പറഞ്ഞ ഹറാമ് മാത്രം അതിൽ വന്ന് വളമ്പിയിട്ട് പുരുഷന്മാരുടെ മുന്നിൽ തൻ്റെ ഭാര്യയെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രദർശിപ്പിച്ച് പലതും പറയാം ലജ്ജല്ലാതെ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്തൊക്കെയാണ്? മനസ്സിലാക്കിക്കോ സഹോദരന്മാരെ. കാരണം വിഷമം കൊണ്ടത് പറയുന്നത്. അള്ളാഹു ഒരിക്കലും വെറുതെ വിടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ.